വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു തക്കാളി ചട്നിയാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. തക്കാളി ആദ്യം വേവിച്ചെടുക്കണം. അതിനായിട്ട് കുറച്ച് വെള്ളം ചൂടാക്കി അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. 4 തക്കാളിയാണ് ഇതിനായി ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. തക്കാളി വെന്ത ശേഷം തൊലി നീക്കി വളരെ ചെറിയ പീസാക്കി അരിഞ്ഞെടുത്തിട്ടുള്ളതാണിത്. നിങ്ങൾക്കിത് മിക്സർ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി. ഇനി ചെയ്യേണ്ടത് ഒരു സവാള അരിഞ്ഞതും അല്പം മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ പഞ്ചസാര, അല്പം ഉപ്പ് എന്നിവ ചേർത്ത് നന്നായി ഒന്ന് അരച്ചെടുക്കണം. ഇനി ഒരു മിക്സിംഗ് ബൗളിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി ഇട്ട് കൊടുക്കാം. ഇതിന്റെ കൂടെ തന്നെ സവാള, മഞ്ഞൾപ്പൊടി, പഞ്ചസാര, ഉപ്പ് എന്നിവ ചേർത്ത് അരച്ചെടുത്തിട്ടുള്ള അരപ്പാണിത്. ഇതും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു സ്പൂൺ യൂസ് ചെയ്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് വാളൻപുളി പിഴിഞ്ഞെടുത്തിട്ടുള്ളതാണ്. ഇതും ചേർക്കാം. 2.5 ടീസ്പൂൺ എടുത്തോളം മതി. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്തെടുത്ത് 10 മിനിറ്റ് നേരം ഇത് നമുക്ക് മാറ്റി വെക്കണം. ഒരു പാൻ ചൂടാക്കാം. ഇതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ചെടുക്കണം. 1/4 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ്. ഉഴുന്നുപരിപ്പ് നന്നായിട്ടൊന്ന് മൂത്ത് വന്ന ശേഷം ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ചേർക്കാം. വറ്റൽമുളക് ഉണ്ടെങ്കിൽ അതും കൂടി ചേർക്കണേ. ഞാനിവിടെ അത് ചേർക്കുന്നില്ല. ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ച തക്കാളിക്കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ആ സവാളയുടെ പച്ചമണമൊക്കെ ഒന്ന് നന്നായിട്ട് മാറിക്കിട്ടണം. ഇളക്കി കൊടുത്ത ശേഷം ഒരു 5 മിനിറ്റ് നേരം ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. നമ്മുടെ തക്കാളി ചട്നി ഇവിടെ തയ്യാറായിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചട്നിയാണിത്. ചപ്പാത്തിയുടെ കൂടെ, പൂരിയുടെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണിത്. ഇത് നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്യണം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്താം. അതുവരെ ബൈ ബൈ.